പള്ളിമണികൾ മുഴങ്ങി ഇതാ ദേവാലയം ഒരുങ്ങി അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അഴിക്കാരവും വിളണയാ കാൽവരിയാകത്തിനോയുമായി ഇതാ പള്ളിമണികൾ മുഴങ്ങി ഇതാ ദേവാലയം ഒരുങ്ങി അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അഴിക്കാരവും വിളണയാ പ്രാർത്ഥനയെ കേട്ടു ചൊല്ലാം ഒരേ സ്വരത്തിലൊന്നായി ഹൃദയങ്ങളെ കഴുകിയിടുവാൻ വരുവിൻ വിശുദ്ധ ജനമാകാൻ ഇതാ പള്ളിമണികൾ മുഴങ്ങി ഇതാ ദേവാലയം ഒരുങ്ങി അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അഴിത്താരവും വിളണയാ കാൽവരിയാകത്തിനോർമ്മയുമായി ഇതാ പള്ളിമണികൾ മുഴങ്ങി ഇതാ ദേവാലയം ഒരുങ്ങി അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അഴിത്താരവും വിളണയാ കാൽവരിയാകത്തിനോർമ്മയുമായി. സ്നേഹമുള്ളവരെ, നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരങ്ങൾ പൊപ്പി കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ വലിയ കരുണയും സംരക്ഷണവും നമുക്ക് യാചിക്കാം. നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇടവകയും നാടിനെയും ലോകത്ത് മുഴുവനും ദൈവത്തിൻ്റെ വലിയ കരുണയും സംരക്ഷണവും യാചിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും എൽത്താനയിൽ ഹൃദയപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. രഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുമ്പാകെയണച്ചിടാം. അമ്മാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്നേഹന്മാരുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ പരിക്രമത്തിന് പാപികളായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായിലേക്കും. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാം ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോർശെ പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമി ചിതറിടും ജനങ്ങളെ. സകലവേദഹൃദയവും ശാന്തി കാൺമതങ്ങയെ കനിവിടുന്നൊരങ്ങലി പുവരദുഃഖമുക്തിയും കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശനെ. കിന്നരങ്ങൾ വീട്ടിയ നാമഗീതി പാടിടാം കന്യമാർന്നിടുന്നിടാം വൈദ്യന്ന മാനവ ശാന്തി തേടുന്നിടാം തന്നിലെന്നു മാനുര ആദരെന്ന പോലെ സുതർമാർമ്മണം സദാ പുതിയ നാവികാരം നിത്യമെന്നും എപ്പോഴും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാം അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായിലേക്കും.
ദാസനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോവിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിലേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് ഏകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സുപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിലേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന ദിവസത്തോടെ ഗ്രഹിക്കുകയും നിയമാവർത്തന പുസ്തക വായന 4-ാം അധ്യായം 32 മുതൽ 41 കൂടെ വാക്യങ്ങൾ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാലത്തെപ്പറ്റി, ദൈവവും മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു മഹാസംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്തെങ്കിലും അഗ്നിയോ മധ്യത്തിൽ നിന്നും സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുകയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തി പ്രകടനം, ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കായ ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്നും തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ദൈവം എന്തെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ? കർത്താവാണ് ദൈവമെന്നും അവിടുന്നല്ലാതെ മറ്റു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുൻപിൽ കാണിച്ചത്. നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്ത് നിന്ന് തൻ്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു. ഭൂമിയിൽ തൻ്റെ മഹത്തായ അഗ്നി കാണിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്താനങ്ങളെ തിരഞ്ഞെടുത്തു. അവിടെ തൻ്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളെക്കാൾ വലിയ ഒരു ശക്തമായ ജനതകളെ നിങ്ങളുടെ മുൻപിൽ നിന്നും നീക്കിക്കളയാൻ നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാൻ വേണ്ടിയായിരുന്നു അത്. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമനുസ്മരണം
കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരയിരുന്നല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാമോദരനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 3:4 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. ഇതാണ് ക്രിസ്തു വഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല, ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുള്ളതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം. ഒരിക്കൽ പ്രശോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭ മൂലം നിഷ്പ്രഭമായി തീർന്നു. മങ്ങി മറഞ്ഞു പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കണം. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. നമ്മുടെ സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ.
വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. അധ്യായം 15-12 മുതലുള്ള 11 മുതലുള്ള തിരുവചനങ്ങൾ. അവർ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ദൂരത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നനയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവൻ കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെ വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസത്തിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തൻ്റെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ പുത്രനെ വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസനോട് പറഞ്ഞു, ഉടനെ മേൽത്തന്നെ വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവൾ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ അനുസരിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലെ നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടിച്ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കും ആഹ്ലാദിക്കുകയും വേണം. എന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൈത്താക്കാലം 2ാമത്തെ ആഴ്ചയിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. സഭയിലെ സമൃദ്ധിയുടെയും വസന്തത്തിൻ്റെയും കാലമെന്നാണ് കൈത്താക്കാലത്തെ നമ്മൾ അറിയുന്നത്. സ്ലിഹന്മാരുടെ സുവിശേഷ പ്രഘോഷണം വഴി സഭ ലോകമെമ്പാടും തഴച്ചു വളർന്ന ഫലം ചൂടിയ ഒരു വലിയ കാലഘട്ടത്തിൻ്റെ അനുസ്മരണമാണ് ഈ കൈത്താക്കാലം. നമ്മളും സഭയിൽ അതിൻ്റെ വളർച്ചയിൽ നിർണായകമായ ഈ കാലഘട്ടത്തിൽ പങ്കുവഹിക്കേണ്ടവരാണെന്നുള്ള ചിന്തയാണ് ഈ കൈത്താക്കാലം നമ്മളെയും കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. കൈത്താക്കാലം സമൃദ്ധിയുടെ കാലമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു കാലമെന്നാണ് സഭ അതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സമൃദ്ധിയുടെ കാലം, ദൈവാനുഗ്രഹത്തിൻ്റെ കാലമായിട്ടാണ് ഈ സമയം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ദൈവാനുഗ്രഹത്തിലാണ് നമ്മൾ വളരുന്നത്? ദൈവത്തിൻ്റെ സമൃദ്ധിയിലാണ് നമ്മളായിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള അവസരമാണ്. അതിന് അനുയോജ്യമായ ഒരു സുവിശേഷ ഭാഗമാണ് നമുക്കൊന്ന് തിരുസഭയും ചിന്തിക്കാനായി നൽകിയിരിക്കുന്നത്. സുവിശേഷങ്ങളിലെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ഗോസ്പൽസ് എന്നറിയപ്പെടുന്ന അധ്യായമാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെയും യോഹന്നാൻ്റെയും സുവിശേഷങ്ങളെടുത്താൽ ഏതാണ്ട് 89 അധ്യായങ്ങളാണുള്ളത്. ഈ 89 അധ്യായങ്ങളിലെ ഏറ്റവും വിലപ്പെട്ട ഒരു അധ്യായം എന്ന് അറിയപ്പെടുന്ന ഒരു അധ്യായമാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. അതിൽ 3 ഉപമകളാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഒന്ന് കാണാതായ ആടിൻ്റെ ഉപമ, ഒന്ന് കാണാതായ നാണയത്തിൻ്റെ ഉപമ, മൂന്നാമത്തേത് ധൂർത്ത് പുത്രൻ്റെ ഉപമ. 3ഉം ഈശോയുടെ വളരെ പ്രസിദ്ധമായ ഉപമകളിൽ ഉള്ളതാണ്. ഈ ഉപമകൾ 3ഉം നമ്മളെ ചിന്തിപ്പിക്കുന്നതും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും മാനസാന്തരത്തിൻ്റെ കഥയെക്കുറിച്ചാണ്. മാനസാന്തരം എന്നുള്ള ചിന്തയെക്കുറിച്ചാണ്. മാനസാന്തരത്തിന് ഒട്ടനവധി
ഉപമകളും സംഭവങ്ങളും ഈശോ തൻ്റെ സുവിശേഷത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വ്യക്തികളുടെ ജീവിതം നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ആരംഭത്തിൽ തന്നെ സ്നാപക യോഹന്നാൻ ജോർദാനിൽ അവൻ പ്രസംഗിച്ചപ്പോൾ ജനക്കൂട്ടം വന്ന് അവനോട് ചോദിക്കുന്നതാണ് ആദ്യം നമ്മൾ മാനസാന്തരത്തെക്കുറിച്ച് വായിക്കുമ്പോൾ കാണുന്നു. പട്ടാളക്കാരും ഫരിസേയരും യഹൂദരും വന്ന് അവനോട് ചോദിച്ചു, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. അവിടെ മുതൽ ആരംഭിച്ച് പിന്നീട് അങ്ങോട്ട് ബൈബിളിൻ്റെ ഓരോ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മാനസാന്തരത്തിൻ്റെ സംഭവങ്ങളാണ്. ശക്കബൂസിൻ്റെ ജീവിതത്തിലും കർത്താവ് ഇടപെട്ട് അവൻ 4 ഇരട്ടയെ തിരിച്ചു കൊടുത്ത് മാനസാന്തരപ്പെട്ടു. മഗ്ദലേന മറിയം പാപിനിയായിരുന്നു. അവൾ തൻ്റെ വിലപ്പെട്ട സുഗന്ധ തൈലം കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ പൂശി അവൾ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ ഒരു ശിഷ്യയായി മാറി. പിന്നീട് നമ്മൾ കാണുന്ന ഓരോ സംഭവങ്ങളിലും പ്രിയപ്പെട്ടവരെ മാനസാന്തരത്തെ തുടർക്കഥകൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മാനസാന്തരമാണ് കർത്താവ് ഓരോ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. ജീവിതത്തിലൊരു നവീകരണം ആവശ്യമാണ്. ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കണം. അത് ദൈവത്തിലേക്ക് കൂടുതൽ വിശ്വസ്തരായി ജീവിക്കാനുള്ള വിളിയാണ് മാനസാന്തരം. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക, ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് മാനസാന്തരം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ഇന്നും ഈ സുവിശേഷം വായിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ധൂർത്തപുത്രൻ്റെ ജീവിതത്തിലും കർത്താവ് ഇടപെടുകയും ആകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് മാനസാന്തരമാണ്. തെറ്റുകളും കുറവുകളും വീഴ്ചകളും ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഒരു മനുഷ്യൻ പാപത്തിൻ്റെ ജീവിത മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ, ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിക്കാമെന്ന് കർത്താവ് തന്നെ അറിയാം. അതുകൊണ്ട് കർത്താവ് വീഴ്ച പറ്റിയവരോടും വീണവരോടും തെറ്റുപറ്റിയവരോടും കരുണയോടെയാണ് പെരുമാറിയത്. ഒരാളോട് പോലും കർത്താവ് അരിശപ്പെടുകയും അവരെ വെറുക്കുകയും ശപിക്കുകയോ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടും, ദൈവത്തിൻ്റെ വലിയ ശക്തി തിരിച്ചറിഞ്ഞിട്ടും, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് അത് തിരിച്ചറിയാതെ പോകുന്നവരോട് കർത്താവ് ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നതായി നമ്മൾ സുവിശേഷങ്ങൾ കണ്ടുകൊള്ളുന്നുണ്ട്. എന്നാൽ പാപം ചെയ്ത് അകന്നുപോയവരോട് എന്നും കരുണയുള്ളവനായിട്ടാണ് നമ്മൾ സുവിശേഷത്തിലും പഴയ നിയമഗ്രന്ഥങ്ങളിലെല്ലാം നമ്മൾ കണ്ടുമുട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും കരുണാമയനായ ഒരു ദൈവത്തെ നമുക്ക് എത്രമാത്രം ധ്യാനിച്ചാലും നമുക്ക് തീരില്ല. കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ അനന്തമായ സ്നേഹവും ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ പിതാവായ ഈ ധൂർത്തപുത്രൻ്റെ അപ്പനെ, അത് പിതാവിൻ്റെ സ്ഥാനത്ത്, ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ കാണുകയും അവിടുത്തെ സ്നേഹം നമ്മൾ തിരിച്ചറിയുകയുമാണ്. പാപം ചെയ്താൽ നമുക്ക് ഉണ്ടാകേണ്ട, നമ്മളൊക്കെ പാപം ചെയ്ത് ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണ്. പാപമംഗലമായ ജീവിതത്തെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. അവിടെ പാപം ചെയ്ത മനുഷ്യരൊക്കെ നമ്മൾ സുവിശേഷങ്ങളിലും നടപടി പുസ്തകങ്ങളിലും എല്ലാം കാണുന്ന സഭയിലെ തന്നെ ശക്തരായ നെടുന്തൂണുകളായ പത്രോസ് പൗലോസ് സ്നേഹന്മാരുടെ മാനസാന്തര കഥകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തെറ്റ് ചെയ്ത് ഇണങ്ങിപ്പോയ, തള്ളിപ്പറഞ്ഞ പത്രോസ് പിന്നീട് കർത്താവിന് മുമ്പിൽ വിലപിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് മാനസാന്തരപ്പെട്ട് പാപമോചനം നേടിയവൻ. പൗലോസ് ലിഹ കർത്താവിനെതിരെ ശക്തമായി പ്രവർത്തിച്ച് അവസാനം തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ മാനസാന്തരപ്പെട്ട സംഭവകഥ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ മാനസാന്തരങ്ങളിലും മാനസാന്തര കഥകളിലും സംഭവങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്ന 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, അവർ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തു പോയി, ഇത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള ബലമായ ശക്തമായ ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാണ്, അത് ദൈവത്തിനെതിരായും എൻ്റെ സഹോദരങ്ങൾക്കെതിരായും. ഏത് തെറ്റ് ചെയ്താലും അത് ദൈവത്തിനും സഹോദരങ്ങൾക്കെതിരായ തെറ്റാണ്. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. രണ്ടാമത്തേത്, അവർ ഏതൊക്കെ തെറ്റ് ചെയ്ത് മാനസാന്തരപ്പെട്ട് വരുമ്പോൾ താൻ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയാനുള്ള ആത്മധൈര്യം അവർക്കുണ്ടായിരുന്നു. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലും അത് ഏറ്റുപറയാനുള്ള ധൈര്യക്കുറവ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പ്രകടമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് നമ്മൾ ലജ്ജിക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത തെറ്റിനെ ഏറ്റുപറയാൻ നമ്മൾ വിഷമിക്കുന്നുണ്ട്. എന്നാൽ സഭയിലും അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും അവർ ധീരതയോടെ നമ്മൾ ചെയ്ത തെറ്റിനെ ഏറ്റുപറയുന്നുണ്ട്. പൗലോസ് ലിഹ തന്നെ ഏറ്റവും മഹത്തായ അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക നമുക്ക് പറയുന്നത്. അദ്ദേഹം ചെയ്തു പോയ വന്നുപോയ കുറവുകളെ ഏറ്റുപറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ അദ്ദേഹം ഉദ്ഘോഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, പാപികളിൽ പാപിയാണ് ഞാൻ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണ് ഞാൻ.
എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വലിയ പ്രബോധനങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തെറ്റേറ്റു പറയുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൽ നമ്മൾ ആരംഭിക്കുന്നത്, നമ്മൾ ജീവിക്കാൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ധൈര്യം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഒരു കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് ഒരു പള്ളിയിലെ കൊച്ചച്ഛനായിരുന്നു. അവിടെ ഒരു വികാരിയച്ഛനുണ്ടായിരുന്നു. അച്ഛൻ എന്നെക്കാളൊക്കെ വളരെ വളരെ സീനിയറായിട്ടുള്ളൊരു അച്ഛനാണ്. അച്ഛൻ വളരെ പ്രഗത്ഭനും പ്രശസ്തനുമായ വിശുദ്ധനായ ഒരു അച്ഛനായിരുന്നു. ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞങ്ങൾ പള്ളിയിലെ കുമ്പസാരമൊക്കെ 22, 23 കുമ്പസാരങ്ങളൊക്കെ കഴിഞ്ഞ് 23-ാം തീയതി ഇങ്ങനെ ഞങ്ങൾ കൊച്ചച്ഛന്മാർ 2 പേരും ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഈ അച്ഛൻ പെട്ടെന്ന് എൻ്റെ റൂമിലേക്ക് ഓടി വന്നു. അപ്പോൾ ഞാൻ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ക്ലർച്ചിലച്ഛൻ ഉടുപ്പിട്ടിട്ടൊന്ന് വന്നേന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് പറ്റിയാവോ എന്ന് ചോദിച്ച് ഞാൻ പെട്ടെന്ന് ഉടുപ്പിട്ട് വന്നു. എൻ്റെ അച്ഛൻ എൻ്റെ കൈക്ക് പിടിച്ചിട്ട് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു തിരിച്ചറിവും വലിയ ഞെട്ടലും ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അച്ഛന്മാർ കുമ്പസാരിക്കും, അതിൽ വലിയ ഞെട്ടലുണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ വൈദികനായ നമ്മളൊരു കൊച്ചച്ഛനായ ഒരു അച്ഛനോട്, ഇത്രയും വലിയൊരു സീനിയറായി വലിയൊരു അച്ഛൻ വളരെ സ്നേഹപൂർവ്വം എന്നെ വിളിച്ചു കൊണ്ടുപോയി കുമ്പസാരിച്ച്. അച്ഛൻ കുമ്പസാരിച്ചതെന്തോ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എളിമയോടുകൂടി അച്ഛൻ കുമ്പസാരിച്ചത്. ഞാൻ പറയുന്ന ഉപദേശങ്ങൾ സ്വീകരിച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത പാപബോധമുണ്ടാവുക എന്നതിനൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ് ഞാൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയാനുള്ള ആത്മധൈര്യം. അത് കുമ്പസാരത്തിൽ മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ചെയ്ത പാപങ്ങൾ അവനോട് ക്ഷമിച്ചു, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് ഏറ്റുപറയാനുള്ള ആത്മധൈര്യം. അത് കുമ്പസാരക്കൂട്ടിൽ മാത്രമല്ല, സഹോദരങ്ങളോട്, സഹോദരങ്ങളോട്, മക്കളോട്, മാതാപിതാക്കളോടൊക്കെ ഏറ്റുപറയാനുള്ള നമ്മുടെ ധൈര്യം. പ്രിയപ്പെട്ടവരെ, അത് മാനസാന്തരത്തിന് വലിയൊരു തുറവയാണ്. അത് സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ മിക്കവാറും വീണ്ടും പഴയ പാപങ്ങളിലേക്ക് ഏറ്റുപോകാം. നമ്മൾ കുറേ വൈകാരികമായി നമ്മൾ ചെയ്ത പാപത്തെക്കുറിച്ച് സങ്കടമൊക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ പാപങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏറ്റുപറയുന്ന പാപങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നതായി പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ വലിയ വിശുദ്ധനെ കാണിച്ചു കൊടുത്ത ഈ ധൂർത്തപുത്രൻ കാണിച്ച, അവൻ എത്രയോ പാപങ്ങളിലാണ് കടന്നുപോയത്. ആ മൂത്ത മകൻ തന്നെ പറയുന്നുണ്ട്, അവൻ വ്യഭിചാരത്തിൽപ്പെട്ടു, ധൂർത്തടിച്ചു, പിതാവിനെ ധിക്കരിച്ചു, സകലതും അവന് ദൈവത്തെ മറന്ന് ജീവിച്ചു. എന്നാൽ അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, പാപത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തിരിച്ചു വന്നു, പിതാവിനോട് ഏറ്റുപറഞ്ഞ് അവൻ മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇന്നത്തെ സുവിശേഷത്തിലൂടെ വായിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഓർക്കാം. എൻ്റെ പാപങ്ങളെല്ലാം ഓർക്കാൻ, എൻ്റെ പാപത്തെക്കുറിച്ച് പാപബോധമുണ്ടാകാൻ, ഒപ്പം ആ പാപങ്ങളെക്കുറിച്ച് ഏറ്റുപറയാൻ. എൻ്റെ സഹോദരങ്ങളോട് ഏറ്റുപറയേണ്ട കാര്യങ്ങളാണെങ്കിൽ ഏറ്റുപറയണം. എൻ്റെ ജീവിത പങ്കാളിയോട് ഏറ്റുപറഞ്ഞ് ഞാൻ ക്ഷമ ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തുറന്ന് ഏറ്റുപറയണം. അതാണ് ജീവിതത്തിൻ്റെ നന്മയും ജീവിതത്തിൻ്റെ തുറവയും. അങ്ങനെ നമ്മൾ വിശുദ്ധമായ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് തന്നോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് തൻ്റെ ജീവിതകാലത്തിൽ ഞങ്ങളോടൊക്കെ പറഞ്ഞത് മനസ്സാന്തരപ്പെടുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം എന്ന മനോഹരമായ വലിയ ജീവിതത്തിൽ, ദൈവരാജ്യത്തിൻ്റെ വലിയ ആ ജീവിതത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരം എന്നുള്ള കടമ്പ കടക്കണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തയുണ്ട്, ഞങ്ങൾക്കറിയാം. എന്നാൽ അത് പലപ്പോഴും ഏറ്റുപറയാനും മാനസാന്തരപ്പെടാൻ ഞങ്ങൾക്ക് ധൈര്യക്കുറവാണ്. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയോടാണ് ഞങ്ങൾ ഏറ്റുപറയുന്നത്, അങ്ങയോടാണ് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നത്. അങ്ങയുടെ കരുണയാണ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയുന്നതെന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നല്ല വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ, ധൂർത്തപുത്രനെ പോലെ ഒരു പുതിയ ജീവിതം, നവീകരിക്കപ്പെട്ട ജീവിതം ഞങ്ങൾ ആരംഭിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ, ശക്തി നൽകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ, അങ്ങേ ദിവ്യരക്തത്താൽ അങ്ങ് വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചൂടുനിർത്താൽ പറ്റിപ്പൊഴിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെ എതിർപ്പിടെ നേരിടുന്നതിനും അങ്ങേ ദൈവത്വം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കവിഞ്ഞ പങ്കാളികളാകാനുള്ള സന്മനസ് അങ്ങയുടെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആദർശമുഖത്ത് സത്യസന്ധമായി ധീരമായി സഭയെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ നല്ല പിതാവ് ജോർജ് ആർജിന് ശേഷം മെത്രാപ്പൊലീത്തയെയും
ഞങ്ങളുടെ അതുലേശ്വര പോലത്തെ മറ്റുള്ള മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവയെ പരീക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാർ നിയോഗിച്ച കർത്താവെ, സ്ലിഹന്മാരും പ്രവാചകന്മാരുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷകരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാനോടൊപ്പം സ്വർഗസൗഭാഗ്യത്തിനർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് വിശയായി ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായി പരിശുദ്ധ വേല ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും നിഷ്ഠയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധ രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിലൂടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കാലത്തിൽ സന്തോഷ സന്താപമായിക കനിവോടെ സ്വീകരിക്കണമേ, കനിവോടെ സ്വീകരിക്കണമേ. നിറയുമീ ജീവിതകാലത്തിൽ സന്തോഷ സാധനുമതുപോലാത്മജനും ദിവ്യരൂഹാഗ്യം സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലി. ആദിയിലെ പോലെ നന്നേക്കും ആമേൻ. സുതനുടെ രക്ഷിതനേ, ഏകന സ്നേഹിതനേ, ചാതിലരിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കൂ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ സന്നിധിയിൽ
എന്നേക്കും പോകും പ്രാർത്ഥനയിൽ പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓർക്കാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യവും പിതാവിനോട് ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തറയ്ക്കപ്പെട്ടു മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈശോയുടെ ശരീര വിശ്വാസങ്ങളെല്ലാം ഭരണകർത്താക്കളെയും സത്യവിശ്വാസവും മരിച്ച ലോകത്തിൽ നിന്ന് ഇറക്കും എല്ലാവരെയും അനുസ്മരിക്കുകയും ഈശോയുടെ കൃപയാലിയെ വലിയ നമുക്ക് സഹായത്തിൽ രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവരീസങ്ങളുടെ സൂക്ഷികരാകുവാൻ ഇടയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്തിലേക്കെത്താൻ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധത്തോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നമ്മുടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മധ്യസ്ഥ വഴി സമാധാനം സമ്പ്രദായങ്ങളോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ.
നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യം രാജാവേ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാപുത്രന്റെ പരിശുദ്ധാത്മാവായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ നൃത്തത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്ത്രീയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ച അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിനുള്ള സകലത്തെയും ഇങ്ങനെമോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും മനോപികളുമായ പ്രവയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. കർത്താവേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ കർത്താവേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. മാലാഖവൃന്ദം പാടുന്നു പരിശുദ്ധൻ മാനവദൂതർ പാടുന്നു പരിശുദ്ധൻ മാലാഖവൃന്ദം പാടുന്നു പരിശുദ്ധൻ മാനവദൂതർ പാടുന്നു പരിശുദ്ധൻ ക്രൂവേന്മാർ ശ്രാപ്യന്മാർ സ്വർഗീയരും ചേർന്ന് ഒന്നായി പാടുന്നു ഹോശാന. ക്രൂവേന്മാർ ശ്രാപ്യന്മാർ സ്വർഗീയരും ചേർന്ന് ഒന്നായി പാടുന്നു ഹോശാന. ഹോശാന കർത്താവാം ദൈവത്തിനോശാന. ഹോശാന കർത്താവാം ദൈവത്തിനോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ ഭദ്രമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ
അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവായ ദൈവമേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ലാസറിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പറയുവാൻ കഴിയാത്ത വിധമത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ ജോർജ് മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ ഫ്രാൻസിസ് മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും ടോണി മെത്രാന് വേണ്ടിയും ജേക്കബ് മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടി ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ ഞങ്ങളുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും പിതാക്കന്മാരുടെയും പാവന സ്മരണ സമൃദ്ധമായ കൃപയാൽ സുന്ദരമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. ഞങ്ങളുടെ പ്രിയപുത്രനായ ശിവസിഹായ അയച്ചുവെന്നും ഉപവാസം എല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ആകുലരുമായ ലാസറിന്റെ സന്നിധിയിൽ വിശുദ്ധ നിൽക്കുന്നു. നാഥരക്ഷകനമായ ശിവസിഹായുടെ അനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പരിശുദ്ധവും ജീവദായകവും
ദൈവികമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവോടെ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും തന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങൾ ഇന്നോവേപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകും അയോഗ്യരാകുന്നെങ്കിലും സുഖവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ യേശുവിലേക്ക് എൻ്റെ കാരുണ്യം ഞങ്ങളടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. പത്യാവണങ്ങിടുവിൻ, സാക്ഷാത്കരിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജവൻ ഈശോ എഴുന്നള്ളുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ യേശുവിനെ നമുക്ക് എല്ലാവർക്കും പ്രത്യാരങ്ങളോട് സമീപിക്കാം. അനുതാപൂർവ്വം ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിച്ചുകൊണ്ടും പാപങ്ങളിൽ പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൽ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പഠിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതൽ ഉദ്ദേശം നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന
സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർത്തുന്ന ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കടദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ നഗരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. മിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. നമ്മെ വിശദീകരിക്കാൻ വേണ്ടി തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെടാനാവുന്നു. ഔദനീയമായ രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാലാഖമാർ പോലും ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. ഇതാ മിശിഹായുടെ ശരീരരക്തങ്ങൾ. സഹോദരരെ, അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങൾ പ്രതിഭാവനം കാരണമാകട്ടെ എന്നേക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അവിടെ നിൽക്കുക, സ്വീകരിക്കാത്തവർ അവിടെ ഇരിക്കുക. This
സമ്മർദ്ദമെടുക്കുന്ന അവരുടെ വിശുദ്ധ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങയുടെ രക്തത്താൽ തന്നെ നിങ്ങളുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മകയെ നിർവഹിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും കരത്തിൽ നിന്ന് സൗഭാഗ്യത്തിൻ്റെ മടവുമായി തീരട്ടെ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയിൽ ചേർക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പരിശുദ്ധരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോവും അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധർക്കും സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മയുടെ പ്രഭാവത്താൽ സത്യർവവും പരിശുദ്ധവും ജീവദായകവും ദൈവമായ യേശുവിനെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടെ അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ സ്തുതിയും പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കം. വഴിയായി ദൈവം നൽകി നവജീവൻ ദാനവരങ്ങളിൽ അഭിലേഷം പങ്കാളികളായി തീർത്തല്ലോ. തിരുവചനത്താക്കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിനും സാക്ഷികളാ ജീവിത വിശ്വാസത്തിനധിഷ്ഠിതമാ നല്ല കുടുംബം കീർത്തനം സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിനെല്ലാം നൽകിടുവിൻ. രക്ഷക കൃപയും താരത്തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പിലവിടവേ സ്വസ്തി, അവരുടവേ സ്വസ്തി, കുർബാന കടമടങ്ങും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ 2 സൈഡ് ഡോർ വഴി പുറത്തേക്ക് പോകണം. ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ചുറ്റും കൂടി നിൽക്കരുതെന്ന് വീണ്ടും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. വീട്ടിലേക്ക് ഉടനെ തിരിച്ചു പോകാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും
സത്യത്തിലും ആരാധിക്കുന്നു